ഹലോ ഫ്രണ്ട്സ്, നാളത്തെ ലോട്ടറിയുടെ സാധ്യത നമ്പേഴ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്നത് 40-20 എന്നുള്ള ബ്ലോക്കാണ്. അപ്പോൾ 40-20 ആദ്യം വരുന്ന നമ്പർ 40-21 40-21. ഈ സീരീസിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 ദിവസം മുമ്പുള്ള റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഈ 4021 തിരിഞ്ഞിട്ട് 5000 വന്നിട്ടുണ്ട്, 2000 വന്നിട്ടുണ്ട്. അപ്പോൾ അതിലിനി വീഴാനുള്ള നമ്പറായിട്ടാണ് 40-21 കാണുന്നത്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ബ്ലോക്കും അതേപോലെ വീഴാം കേട്ടോ. ഇപ്പോൾ 32-10 ആ നമ്പർ വേണേൽ വീഴാം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത നമ്പറാണ് ഞാൻ ചാൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് 35-80 കൊടുത്തിട്ടുണ്ട്. അതിൽ ചാൻസ് 35-86 ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 35-85 വീഴാം, 87 വീഴാം. തൊട്ടടുത്ത നമ്പറിന് വരെ പോസിബിലിറ്റിയാണ്. പക്ഷെ അങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞാൽ ഒരുപാട് നമ്പറിലേക്ക് പോകും. അതുകൊണ്ട് എനിക്ക് ഒരു പോസിബിലിറ്റി വന്ന നമ്പേഴ്സാണ് ഇടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെ ലോട്ടറി എടുക്കാൻ നിർബന്ധിക്കുന്നില്ല. കാരണം ഇതിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് അത്രയും കുറവാണ്. അറിയാലോ, 1 കോടിയോളം ലോട്ടറി നമ്പർ ഒരു ദിവസം പ്രിൻ്റ് അടിക്കുന്നുണ്ട്. അതിൽ ഏകദേശം 4 ലക്ഷം ടിക്കറ്റിനാണ് പ്രൈസ് വരുന്നത്. ബാക്കി 96 ലക്ഷത്തിനും പ്രൈസ് ഇല്ല. അപ്പോൾ ആ 96 ലക്ഷത്തിലാണ് നമ്മുടെ ലോട്ടറിയുടെ നിലനിൽപ്പ്. അപ്പോൾ ആ 4 ലക്ഷത്തിൽ ഏതെങ്കിലും ഒരു നമ്പർ തന്നെ പ്രൈസ് അടിക്കുന്നത് സ്ഥിരമായിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് ഞാൻ 5-6 നമ്പർ വെച്ചേ ചെയ്യുന്നുള്ളൂ. അതിൽ 1-2 നമ്പർ വെച്ചിട്ട് കറക്റ്റ് പ്രൈസ് വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിയായിട്ടുള്ള വഴിയിലാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് വലിയ പ്രൈസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. അത് വർക്കൗട്ടാണെങ്കിൽ ഞാൻ ഇതേപോലെ പോസ്റ്റ് ചെയ്യും. പിന്നെ ഞാനും ലോട്ടറി എടുക്കാത്ത ഒരാളാണ്. ഞാൻ കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഞാൻ ലോട്ടറി എടുക്കുന്നത്. എനിക്കങ്ങനെ ലോട്ടറി ടിക്കറ്റ് കാണുമ്പോൾ എടുക്കാനുള്ള ടെൻഡൻസി ഒന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെ ഇടുന്ന നമ്പർ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ ആ നമ്പർ എടുക്കും. ആ നമ്പർ എടുത്താൽ അതിൻ്റെ തൊട്ടടുത്ത ഒരു നമ്പർ ഞാൻ എടുത്തു വെക്കും. ഇപ്പോൾ ഞാനിപ്പോൾ കാണുന്നത് 32-11 എന്നുള്ള നമ്പർ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത നമ്പറാകുമ്പോൾ ഞാൻ 32-10 എടുക്കാം, അല്ലെങ്കിൽ 12 എടുക്കാം. അത് തൊട്ടടുത്തൊരു നമ്പർ എടുക്കും. അപ്പോൾ നമുക്ക് നാളെ റിസൾട്ട് വന്നിട്ട് നോക്കാം എത്രത്തോളം ഈ നമ്പേഴ്സ് നാളെ വരുന്നുണ്ട്.